കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വന്നിട്ടുണ്ട്. ഇതുപോലൊരു ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ലീഫ് പ്ലാന്റുകളായിട്ടാണ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളി. അപ്പോൾ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു പേപ്പർ സെലോ ടൈപ്പാണ്. അതും തന്നെ ഈ വീതിയിലുള്ളത് വേണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇത്രത്തോളം വീതി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേക്ക് പ്ലാന്റ് പോലെയുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതുമല്ല ഈ പ്ലാന്റ് ഉണ്ടാക്കാം, പക്ഷേ ഇതിൻ്റെ മിനിയേച്ചർ രൂപത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പറ്റൂല എന്ന് പറയത്തില്ല, എല്ലാം നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഏതായാലും നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചിത്രം വരക്കാം. പക്ഷേ എനിക്ക് ക്യാമറ ഓൺ ആക്കുമ്പോൾ കൈ വറക്കുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കാർഡ് ബോർഡിൽ അത് വെട്ടിയെടുത്തിട്ടുണ്ട് ചിത്രം വരച്ചിട്ടാണ്. എന്നിട്ട് നമ്മളത് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഇനി നമ്മളെന്താ അത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ പ്ലാനിൻ്റെ പേരെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്താ മോൺസ്റ്റർ എന്നോ സംതിങ് എന്തോന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്? എന്താ കറക്റ്റ് എനിക്കറിയില്ല. ആരുണ്ടോ കമൻറ്റ് ചെയ്യുക. വാട്ടെവർ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാനുകളൊക്കെ നമ്മൾ ടേബിൾ മേലൊക്കെ വെക്കുമ്പോൾ ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ കുറേ ലീഫുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഭംഗി. നമ്മൾ ഇഷ്ടത്തിന് എത്ര ഉണ്ടാക്കാം. ഞാൻ 8-9 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കളർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളംപച്ച, കടുംപച്ച, ചാണകപ്പച്ച, ഈ പച്ചകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് പച്ച നമുക്ക് തോന്നുന്ന വെച്ചാൽ തോന്നും പോലെ അടിക്കാമല്ലോ. ഇനി അതൊന്നും പോരാത്തത് ഞാനിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റ് ഇതൊന്നുമല്ല. ഒരു ഡേറ്റ് കഴിഞ്ഞൊരു ഫുഡ് കളറിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. പച്ച കളറാണല്ലോ, അപ്പോൾ അതിനെ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൂലങ്കഷകമായിട്ട് ചിന്തിച്ചപ്പോൾ നമ്മളത് എടുത്ത് ഒട്ടിച്ചതാണ്. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാത്തിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഏതായാലും നമ്മൾ അങ്ങനെ എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു തണ്ട് ഒരു ഗോൾഡൻ കളറിൽ കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ എന്ന് കരുതിക്കാണ്ടാണ് ഞാൻ ഈ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുന്നത്. ഇനിയൊന്നും പോരെങ്കിൽ അതിന് പെയിൻറ്റ് അടിച്ചെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ എളുപ്പപ്പണിക്ക് ചെയ്തതാണ്, പക്ഷേ അത് ഒടുക്കത്തെ പണിയായിരുന്നു എന്ന് അപ്പോൾ ചിന്തിച്ചില്ല. ഏതായാലും ഞാൻ അതൊക്കെ ഇതാക്കി വെച്ചിട്ട് നമുക്കത് വെക്കാനുള്ളൊരു പാത്രത്തിന് വേണ്ടി തപ്പിയപ്പോൾ പൊട്ടിക്ക് പോയൊരു കപ്പ് കിട്ടി. ആ കപ്പിലാണ് നമ്മൾ ധൈര്യം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ